ക്രിസ്ത്യാനികൾക്ക് ഇപ്പോൾ ദുഃഖവെള്ളി ദുഃഖശനിയൊക്കെ ആണെങ്കിലും ഞങ്ങളുടെ വീട്ടിലെന്തോ മൊത്തത്തിലൊരു പിറവി ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷുട്ടുവിന്റെ ഭാര്യ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് കിടക്കും. ഞങ്ങളുടെ സ്റ്റോർ റൂമിൽ എന്റെ ബാഗിലാണ് ഇവളുടെ പ്രസവ ശുശ്രൂഷയും ഒക്കെ നടക്കുന്നത്. 3 ക്യൂട്ട് കുട്ടികളുണ്ട് ഈ ട്രിപ്പില്. ഈ ഓടി വരുന്ന കുരുപ്പാണ് നമ്മളുടെ അടുത്ത പിറവി. നമ്മളുടെ വീട്ടിൽ മൊട്ടിയിട്ട് അടയിരുന്ന് വിരിഞ്ഞ് ഇവളുടെ അമ്മയുടെ മോളിൽ തന്നെ കയറിയിരുന്നു. അമ്മയാണെങ്കിൽ ഒരു നിലയ്ക്ക് സമ്മതിക്കണില്ല. അവള് മോളിൽ കയറാ അമ്മ തട്ടിയിടാ, വീണ്ടും മോളിൽ കയറാ വീണ്ടും തട്ടിയിടാ. ഈ പ്രായത്തിലുള്ള താറാവ് കുട്ടികളെ കാണാനും കളിപ്പിക്കാനൊക്കെ എന്ത് രസാന്നറിയോ, അടിപൊളിയാണ്. പക്ഷെ വലുതായി കഴിഞ്ഞിട്ടുണ്ടല്ലോ സിറ്റ് ഔട്ടിൽ മുഴുവൻ തൂറി നടക്കും. ഇനി അടുത്ത ആളെ പരിചയപ്പെടുത്തി. ഈ കിളി കുറച്ച് നാളായി നമ്മുടെ വീട്ടിൽ ചുറ്റിപ്പറ്റി നടക്കാൻ തുടങ്ങി. നമ്മുടെ ടിവിയുടെ പിന്നിലാണ് ഇവന് കൂട് വെക്കാൻ കണ്ട ആകെ കൂടിയുള്ള ഒരു സ്ഥലം. അവന്റെ ആശ്രമം ഞാൻ മുളയിലേ നുള്ളിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം രാവിലെ ഉറക്കത്തിന്റെ എഴുന്നേൽക്കുമ്പോൾ ഒരു കാഴ്ച കാണുന്നത്. എടാ ഭയങ്കര, നീ അത്രക്കായടാ. നോക്കിയപ്പോ കഴിഞ്ഞ ക്രിസ്മസിന്റെ പുൽക്കൂട് കഴിഞ്ഞിട്ട് എടുത്തു വെച്ച പെട്ടിയുടെ ഉള്ളിൽ ഇഷ്ടം നല്ലൊരു താജ്മഹൽ പണിതോണ്ടിരിക്കുക. എന്തെങ്കിലും കൊണ്ടുവരാ, കൂട് പണിയാ, തിരിച്ചു പോവാ, വീണ്ടും വരാ, വീണ്ടും പോവാ. അങ്ങനെ പെട്ടെന്ന് തന്നെ കൂടുതലും പണിയും കഴിച്ചു മുട്ടയിട്ട് അടിയിരുന്ന് കുട്ടീനെ വിരിച്ച് ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കും. അങ്ങനെ മൊത്തത്തിൽ ഒരു പിറവി വൈബിലിരിക്കുമ്പോ ഞാൻ അമ്മയുടെ അടുത്ത് ഇവിടെ ഇങ്ങനെ പൂച്ചയും പട്ടിയൊക്കെ പ്രസവിച്ചിരുന്നാൽ മതിയോ അമ്മയെന്ന് ചോദിച്ചിരിക്കുമ്പോഴാണ് ചാക്കു വന്നിട്ടൊരു കാര്യം പറയുന്നത്. നേരത്തെ കാണിച്ച് നമ്മുടെ താറാവ് കുട്ടീനെ കാക്ക പിടിച്ചോണ്ട് 25 ദിവസം ജലപാനം പോലും ഇല്ലാണ്ട് കഷ്ടപ്പെട്ട് കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞിനെ കളിപ്പിക്കാൻ പോലും പറ്റാണ്ട് നഷ്ടപ്പെട്ട ഇവന്റെ സങ്കടം നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം കൂടി തീരുമാനിച്ചു. ഈസ്റ്റർ സ്പെഷ്യൽ ഡക്ക് റോസ്റ്റ് ഇന്നേക്കൊരു പൊടി എല്ലാരും വാങ്ങോ. ഓൾവേസ് വെൽക്കം ടു